നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വാർത്ത വലിയ വിവാദമായിരിക്കുകയാണ്. ഒരുപാട് ദുരൂഹതകളാണ് ഉയർന്നു കേൾക്കുന്നത്. മരണത്തിൽ അടിമുടി ദുരൂഹത എന്ന ആക്ഷേപം ശക്തമാകവേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നതിനെ വീട്ടുകാരും ചില നാട്ടുകാരും ചോദ്യം ചെയ്യുകയും ബഹളം വെക്കുകയും ചെയ്തതോടെ ഭരണകൂടം പിന്മാറിയിരുന്നു. ഇന്ന് വീണ്ടും സമാധി പൊളിക്കാൻ എത്തുമെന്നാണ് സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നും അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയേക്കും. ഗോപൻ സ്വാമിയുടെ സമാധി ചർച്ചയാകുമ്പോൾ 11 വർഷം മുമ്പ് പഞ്ചാബിലുണ്ടായ മറ്റൊരു കേസും വീണ്ടും ചർച്ചയാവുകയാണ്. 11 വർഷം മുമ്പ് മരിച്ച ആത്മീയ നേതാവായ ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാൻ സ്ഥാപകൻ അശുതോഷ് മഹാരാജ് ഇന്നും ജീവനോടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇപ്പോഴും അയാളുടെ ശവശരീരം ജലന്ധറിലെ ആശ്രമത്തിലെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്ന് മകൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുയായികൾ അതിന് സമ്മതിക്കുന്നില്ല. 2014 ജാനുവരിയിലാണ് ദിവ്യജ്യോതി ജാഗൃതി സ്ഥാപകൻ അശുതോഷ് മഹാരാജ് മരിച്ചത്. ഹൃദയാഘാതമാണ് കാരണമെന്നാണ് സംശയം. പക്ഷെ അദ്ദേഹം ഗാഢ ധ്യാനത്തിലാണെന്നും ഒരു ദിവസം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും അനുയായികൾ ഉറച്ചു പറയുന്നു. ജലന്ധറിലെ വിശാലമായ ആശ്രമത്തിലെ ഫ്രീസറിൽ അവർ അശുതോഷിന്റെ ശരീരം സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് എന്ന് അവകാശപ്പെടുന്ന ദിലീപ് കുമാർ ജായും അശുതോഷിന്റെ ശിഷ്യനും തമ്മിൽ ഇതിന്റെ പേരിൽ കടുത്ത നിയമ പോരാട്ടവും നടന്നു. ഹിന്ദു ആചാരമനുസരിച്ച് അശുതോഷിന്റെ ഭൗതിക ശരീരം ദഹിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും സമാധിയിലാണെന്നും ഒരു ദിവസം ധ്യാനത്തിൽ നിന്ന് ഉണരുമെന്നും അതിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നുമായിരുന്നു അനുയായികളുടെ വാദം. അതുകൊണ്ട് ശരീരം ഫ്രീസറിൽ സൂക്ഷിക്കാൻ അനുവദിക്കണമെന്നും അവർ കോടതിയോട് അപേക്ഷിച്ചു. 3 വർഷം നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 2017 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജായുടെ ഹർജി തള്ളി. അനുയായികളുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. വൈദ്യശാസ്ത്രപരമായി അശുതോഷ് മഹാരാജ് മരിച്ചെന്നും മൃതദേഹം എന്ത് ചെയ്യണമെന്നും തീരുമാനിക്കേണ്ടത് അനുയായികളാണെന്നും പഞ്ചാബ് ഗവൺമെന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഹർജി തള്ളിയതെന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന റീത കോഹ്ലി പറഞ്ഞിട്ടുണ്ട്. 1946 ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ നക്ലോർ ഗ്രാമത്തിലാണ് മഹേഷ് ജ എന്ന അശുതോഷ് മഹാരാജ് ജനിച്ചത്. വിവാഹശേഷം ഏതാണ്ട് 18 മാസം കഴിഞ്ഞ് ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് അശുതോഷ് മാനവ് ഉത്സാ സേവാ സമിതിയുടെ സ്ഥാപകനായ സത്പാൽ മഹാരാജിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. 1983 സ്വന്തം സന്യാസി സംഘമായ ദിവ്യജ്യോതി ജാഗൃതി സംസ്ഥാൻ സ്ഥാപിച്ചു. ആദ്യകാലത്ത് ഗ്രാമങ്ങളിൽ സത്സംഘങ്ങളും മറ്റും സംഘടിപ്പിച്ച അശുതോഷ് 1991 ഡൽഹി കേന്ദ്രമായി പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇന്ന് രാജ്യത്ത് പലയിടത്തുമായി അതിന് 100-ലേറെ ശാഖകളും ലോകമെമ്പാടുമായി കോടിക്കണക്കിന് അനുയായികളുമുണ്ട്. 100 ഏക്കറിലേറെ വെള്ളിപ്പമുള്ള ആശ്രമ സമുച്ചയത്തിൽ കനത്ത സുരക്ഷയിലാണ് അശുതോഷ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹം മരിച്ചിട്ടില്ല. സമാധിയിലും അദ്ദേഹം ബോധവാനാണ്. അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിക്കുന്നതിനായി അനുയായികൾ കാത്തിരിക്കുന്നു. അതുവരെ നൂർമഹൽ പട്ടണത്തിലെ ആശ്രമം തുറന്നിരിക്കും. ധ്യാനങ്ങളും ആത്മീയ പരിപാടികളും നടത്തും. തിരിച്ചു വരുന്നതുവരെ ശരീരം സംരക്ഷിക്കണമെന്നും മഹാരാജി ഇപ്പോഴും അനുയായികളിലൂടെ സന്ദേശം അയക്കുന്നുണ്ട്. ആശ്രമ വക്താവ് സ്വാമി വിശാലാനന്ദ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നെയ്യാറ്റിൻകരയിലെ ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും തുടർന്ന് സമാധിയിൽ ഇരുത്തിയെന്നുമാണ് ഭാര്യയുടെയും മക്കളുടെയും അവകാശവാദം. എന്നാൽ പഞ്ചാബിലെ സംഭവം ഇതിലും കൗതുകകരമാണ്.